ഹായ്, നമസ്കാരം. പ്രിയപ്പെട്ട ജയ് ഹിന്ദ് ടി വി പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ ഓണക്കാലമായിട്ട് മലയാളികളെ ഏറെ സ്നേഹിക്കുന്ന കാണികളെ എന്താ പറയുക, ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കുന്ന ഒരുപാട് ആളുകളെ പ്രചോദിപ്പിച്ച ഒരു കലാകാരിയുടെ അടുത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. പ്രസീത ചാലക്കുടി, നമസ്കാരം. നമസ്കാരം. ശരിക്കും ഒരുപാട് ആളുകൾക്ക് പ്രചോദനം നൽകിയെന്ന് പറയുന്നത് ഒരുപാട് എന്താ പറയുക, ഒരു കലാകാരൻ എപ്പോഴും സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ആളായിരിക്കണം അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് പ്രസീത. താങ്ക് യു. അപ്പം ഓണക്കാലല്ലേ? ഓണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും. പരിപാടി ഉണ്ടാവില്ല, അതിന്റെ സന്തോഷം ഞങ്ങൾക്ക് നല്ലോണം ഉണ്ട്. അതെ, കലാകാരന്മാർക്ക് ഒരുപാട് സന്തോഷമുള്ള സമയമാണ്. അപ്പൊ ആ സന്തോഷത്തിൽ തന്നെയാണ്. അത് മാത്രമല്ല, വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. മഹാനായ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. അതെ 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 അല്ലേ? എന്നാണ് ആ പുരസ്കാരം? നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞാൽ ഉടനെ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടി പോവുകയാണ്. അത് അയ്യങ്കാളി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസിന്റെ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരമാണ് പ്രസീത നേടിയിരിക്കുന്നത്. അപ്പൊ എല്ലാം കൊണ്ട് സന്തോഷമാണ്, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഭയങ്കര ആങ്ഷ്യസ് ആണ് ഞാൻ. ആ ഒരു വേദി ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര കയ്യും കാലം വേറെ ഉണ്ട്. എനിക്കൊരു ഓണപ്പാട്ട്. തെക്കേ വളപ്പേറടി ഡേ നിക്കണ കാവടി പൊട്ടിച്ചിട്ടും നോടടി പുന്നാരച്ചിരുതേ വെള്ളാരം പൂന്തുമ്പയിൽ ഇല്ലോളം തേനുണ്ടടി കൈയെല്ലാം ചോരുന്നടി ആരേലും പറിക്കേ എന്ന് പറഞ്ഞിട്ട് നല്ല കോറസും അടിപൊളി വൈബായിട്ടുള്ള ഡാൻസ് പെർഫോമൻസ് ഒക്കെ ആയിട്ട് അത് വരാൻ പോവാണ്. അപ്പൊ ഇനി ഭാവിയിൽ സ്റ്റേജിൽ ഈ പാട്ട് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റും അല്ലേ? അതെ അതെ അതെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പുരസ്കാരം എന്നൊക്കെ പറയുന്നത് നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വം നൽകുന്ന ഒന്നാണ്. അതെ അതെ, തീർച്ചയായും അല്ലേ? അതെ അതെ അതെ. അപ്പൊ ഞാൻ പ്രസീത എന്ന് പറഞ്ഞൊരു കലാകാരിയെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് എടുത്തു വെക്കുന്നത് ഒരുപാട് ആളുകളെ പ്രചോദിപ്പിച്ച് ചിന്തിപ്പിച്ച ഒരു ഗായികയാണെന്നുള്ളതാണ്. ആ ഒരു തരത്തിൽ ഈ പുരസ്കാരത്തിന്റെ നിറവിൽ എന്തെങ്കിലും ഇപ്പം മനസ്സിൽ ഓടുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഒന്ന് ഷെയർ ചെയ്യൂ. ശരിക്കും എത്ര ഈ ജാതീയതയും സവർണ മേധാവിത്വം ഒക്കെ മാറി എന്ന് പറഞ്ഞാലും ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആക്രമണം നേരിടുന്ന ഒരു കാലഘട്ടം തന്നെയാണിത്. കാരണം ചില ആളുകൾ ഡയറക്റ്റ് പറയും. അതിന് ഉദാഹരണമൊക്കെ കുറച്ച് മുമ്പ് നമ്മൾ കണ്ടു. നമ്മൾ പല പല ചാനലുകളിൽ ഞാൻ ആരുടെ പേര് പറയണില്ല, സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഒരു അധിക്ഷേപങ്ങൾ. ഒരുപാട് ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കലാകാരി തന്നെയാണ് ഞാനും. പക്ഷെ ഡയറക്റ്റ് പറയാൻ പലരും ധൈര്യം കാണിക്കാത്തതുകൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളത് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ മഹാത്മാ അയ്യങ്കാളി, നവോത്ഥാന നായകന്മാരിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള മഹാത്മാ അയ്യങ്കാളിയുടെ പേരിലുള്ള ഒരു 3ാമത്തെ പുരസ്കാരം ഫസ്റ്റ് കിട്ടിയത് നമ്മുടെ പന്തളം ബാലൻ ചേട്ടനും ഒപ്പം ഇന്ദ്രൻ ചേട്ടനൊക്കെയാണ്. അത്രയും പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരെ തിരഞ്ഞെടുത്ത ആ ഒരു വേദിയിൽ എന്നെ 3ാമതായിട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഭാഗ്യം എനിക്കില്ല. ശരിക്കും ഉത്തരവാദിത്വം കൂടുതലാണ്. പ്രത്യേകിച്ചും ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു സമുദായമുണ്ട്. ആ സമുദായത്തോടുള്ള കടപ്പാട്, ആ ഒരു ഉത്തരവാദിത്വം എനിക്ക് കൂടി വരികയാണ്. ഞാൻ അങ്ങനെ വന്നതുകൊണ്ട് തന്നെയാണ് ഒരു നാടൻപാട്ട് കലാകാരിയായിട്ട് മാറിയത്. എൻ്റെ ഉപജീവനം നാടൻപാട്ടായത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഉത്തരവാദിത്വം പൂർണ്ണമായും ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ഈ അടുത്ത സമയത്തൊക്കെ ഒരുപാട് എന്താ പറയുക, ഈ വിഭാഗത്തിലുള്ള കലാകാരികളെ അടിച്ചമർത്തുന്നു, അല്ലെങ്കിൽ മുൻപോട്ട് വരാൻ അനുവദിക്കാത്ത രീതിയിലൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു അങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ? തീർച്ചയായും. പുഷ്പവതി ഇപ്പൊ ഈ ഫീൽഡിലുള്ള പ്രസിദ്ധയായ കലാകാരിയാണ് പുഷ്പവതി ചേച്ചി. അപ്പൊ പുഷ്പവതി ചേച്ചി വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ഒരു ആള് തന്നെയാണ്. അപ്പൊ ചേച്ചി തന്നെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിനെ അറിയിക്കുകയും അതിനെ തുടർന്ന് കുറേ സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് ചുറ്റും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മെയിനായിട്ടും ഓൺ സ്റ്റേജ് ആണെങ്കിൽ എനിക്ക് ഇതുവരെ അങ്ങനൊരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല, ഓൺ സ്റ്റേജ് കേട്ടോ. പിന്നെ എനിക്ക് അങ്ങനെ ഒരു വിഷമം തോന്നിയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നുള്ള കവിത. ആ കവിത പാടിയിറങ്ങി. അതാണ് ഞാൻ നേരത്തെ നമ്മുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. ഒളിഞ്ഞും തെളിഞ്ഞും ഈ സവർണ മേധാവിത്വം അതുപോലെ ഈ ജാതീയതയും എവിടേക്കോ ഉണ്ട്. അതിൻ്റെ ഡയറക്റ്റ് അനുഭവം പങ്കുവയ്ക്കുന്ന ആളുകളാണ് പുഷ്പവതി ചേച്ചിയാണെങ്കിലും രാമകൃഷ്ണനാണെങ്കിലും ഒക്കെ. എനിക്ക് അങ്ങനെ ഡയറക്റ്റായിട്ട് അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത്. പക്ഷേ ഞാൻ അനുഭവിച്ച ഒരു വിഷമമാണ് ഞാൻ പറയുന്നത്. ഇനി വരും തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നുള്ള കവിത പാടി ഇറങ്ങുമ്പോൾ ഞാൻ കേരള കലാമണ്ഡലത്തിൽ PhD പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. MPhil കഴിഞ്ഞ് MPhilൻ്റെ റിസൾട്ട് വന്നു.
നേരെ PhDക്ക് ജോയിൻ ചെയ്ത സമയത്താണ്. അപ്പോൾ ഒരു സാറ് ഞാൻ പാടിയിട്ട് ഇറങ്ങി അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രത്യേകിച്ചും ഇവിടെ വാസം സാധ്യമോ, അവിടെ സാധ്യമോ എന്ന് തന്നെ ചോദിച്ചു. അപ്പം തന്നെ ബാലേന്ദ്ര മാഷ് എന്നോട് പറഞ്ഞു സാധ്യമോ എന്നുള്ള ആ ഒരു സ്ഫുടതയോട് കൂടിയിട്ട് പ്രസീത അത് പാടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്രിസിയേഷനൊക്കെ ഏറ്റുവാങ്ങി ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പോരുകയാണ്. ആ സമയത്ത് ഒരു സാർ എന്നോട് പറഞ്ഞു, പ്രസീത പാട്ട് മാത്രമല്ലാതെ കുറച്ച് വിദ്യാഭ്യാസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ പ്രസീത എവിടെയോ എത്തിയേനെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. കാരണം ഞാൻ ആ സമയത്ത് ഒരു സാധാരണ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് MPhil പിന്നെ PhD ഡോക്ടറേറ്റ്, ഇതാണ് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പാത. ബാക്കി ജോലി കിട്ടുന്ന കോഴ്സുകളൊക്കെ എല്ലാം അതിൽ നിന്നൊരു ഡൈവേഷനാണ്. എനിക്കിതന്നെ വേണം എന്ന് വിചാരിച്ച് പിള്ളേർ ജോബ് ഓറിയൻറ്റഡ് കോഴ്സുകൾ പഠിക്കുക. അപ്പം ഞാൻ ഈ ഒരു പാതയിൽ ഈ അറ്റത്തൊരു കൊക്കയിൽ വന്ന് നിൽക്കുകയാണ്, ഇനി ചാടിയാൽ മതി. അങ്ങനെ നിൽക്കുന്ന ഒരാളോട് വന്നിട്ട് വിദ്യാഭ്യാസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ വഴിക്ക് എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. അന്ന് എൻ്റെ ഉള്ളിൽ വന്ന ചില ചിന്തകളാണ് ഇതെല്ലാം. ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ നിറമാവാം, അല്ലെങ്കിൽ എൻ്റെ ജാതിയായിരിക്കാം, ഇതെല്ലാം ആയിരിക്കും. പിന്നെ അത് ഞാൻ ചെറുത്, കാണാനും ചെറുത്, എല്ലാം കൂടിയിട്ട് പുള്ളി എൻ്റെ ഫിഗർ വെച്ചിട്ട് എൻ്റെ പേഴ്സണാലിറ്റി അളന്ന് എൻ്റെ വിദ്യാഭ്യാസം അളന്ന് അതെന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. ഞാൻ സ്പോട്ടിൽ ഞാൻ പറഞ്ഞു, സാർ എന്തതിന് മാനദണ്ഡമായിട്ട് എടുത്തതെന്ന് ചോദിച്ചു. അതൊക്കെ സാധിക്കട്ടെ. ഇനിയും കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി സമൂഹത്തിന് ഇതുപോലെ അടിച്ചമർത്തപ്പെട്ടവർക്ക് ഒരുപാട് പ്രകാശം നൽകുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറട്ടെ. താങ്ക് യു. അപ്പൊ നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് പുറകോട്ട് പോയാലോ? അതെ ആ കൊച്ചു പ്രസീത കുട്ടിയിലേക്ക് പോവാണ്. അപ്പൊ ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്, അച്ഛൻ കൊണ്ട് നടന്നൊരു കുട്ടിയാണ്, മനസ്സിൽ കൊണ്ട് നടന്ന കുട്ടിയാണ്, മനസ്സിൽ വളർത്തിയൊരു കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് അച്ഛനെ ഓർക്കാം. അച്ഛന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് സമർപ്പിച്ചാലോ? അച്ഛൻ, ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അച്ഛൻ മോനെ പേരിട്ടപ്പോൾ അച്ഛൻ പാടിയിരുന്നൊരു പാട്ടുണ്ട്, കാളിദാസൻ്റെ കാവ്യഭാവനയെ കാൽച്ചിലമ്പണിയിച്ച സൗന്ദര്യമേ, ഇതൊക്കെ അച്ഛൻ പാടാറുള്ളതാണ്. അതിമനോഹരമായിട്ട് നല്ല ഈണത്തിൽ അച്ഛൻ പാടും. അത്രയൊന്നും ഭംഗിയായിട്ട് എനിക്ക് പാടാൻ അറിയാൻ പാടില്ല. അതുപോലെ അച്ഛനൊക്കെ പണ്ട് ഓണംകളി കളിച്ചിരുന്ന ആളാണ്. ഓണംകളി പാട്ടുകളൊക്കെ ഒരുപാട് പാടാറുണ്ട്. ഹരനെ പരനെ ശിവനെ കളിവളയത്തിൽ വരണേ, നാവിലെ വിഘ്നങ്ങളകറ്റാൻ ഈ സദസ്സിൽ വരണേ, രാമായണ കഥയിലെ സീത രാമന് സഖിയായവൾ സീത, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പാട്ടുകൾ അച്ഛൻ പാടാറുണ്ട്. ഇങ്ങനെ പാട്ട് കേട്ട് വളർന്ന ഒരു അച്ഛൻ എൻ്റെ ഒരു വല്ലാത്ത വിജയങ്ങളൊക്കെ ഒരുപാട് ആഘോഷിച്ചേർന്ന ഒരാളാണ്. 52ാമത്തെ വയസ്സിൽ അച്ഛൻ മരണപ്പെടുകയാണ്. അതൊരു സമ്മ പണിക്ക് പോയിട്ട് വന്ന് നോക്കുമ്പോൾ അച്ഛൻ കട്ടിൽ മരിച്ചു കിടക്കുകയാണ്. അങ്ങനെ അച്ഛന് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് അച്ഛൻ്റെ ആ മരണവെപ്രാളം വെറും 5 മിനിറ്റ് ഉണ്ടായുള്ളൂ എന്നുള്ളതാണ്. അത്രയും ഭാഗ്യം ചെയ്തൊരു മരണം കിട്ടിയ ഒരാളാണ് എൻ്റെ അച്ഛൻ. അതായത് ഒരാളെയും ചീത്ത പറയാൻ അറിയില്ല, ഒരാളെയും അങ്ങനെ വെറുപ്പിക്കാൻ അറിയില്ല. എല്ലാവർക്കും ഉണ്ണിച്ചക്കൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെ ഒരു അച്ഛൻ്റെ മോളായതുകൊണ്ട് അങ്ങനെ തന്നെ എല്ലാവരും എന്നോടും ആവണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ പരിചയപ്പെട്ട ഒരാൾക്ക്, എന്നെ ഡയറക്റ്റ് പരിചയപ്പെട്ട ഒരാളും എന്നെ അങ്ങനെ മോശമാണെന്ന് ഇതുവരെ പറയാൻ ഞാനൊരു ഒക്കേഷന് ഒരുക്കിയിട്ടില്ല. പിന്നെ ഒരു കാര്യം, ഇത്രയും ഒരു അയ്യങ്കാളി പുരസ്കാരമൊക്കെ ഏറ്റുവാങ്ങുന്ന ഒരു വേളയിൽ അച്ഛനില്ലാത്തത് ഒരു ഭയങ്കര വിഷമമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എൻ്റെ വലിയ വലിയ വളർച്ചകൾ കാണാൻ ആഗ്രഹിച്ച ഒരാൾ നേരിട്ട് നമുക്ക് കാണാൻ പറ്റണില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നല്ലൊരു വിഷമമുണ്ട്. അപ്പോൾ എല്ലാ പെൺമക്കളെയും സ്നേഹിക്കുന്ന അച്ഛന്മാർക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടാം. പൊന്നും കട്ടെ തങ്കക്കട്ടെ പൊന്നോ പെണങ്ങല്ലേ, പൊന്നും കട്ടെ തങ്കക്കട്ടെ പൊന്നോ പെണങ്ങല്ലേ, എൻ്റുണ്ണിയുടെ പൊന്നാരച്ചൻ നാളെ വരും പൊന്നോ, അമ്മയുടെ ചക്കരയല്ലേ പൊന്നോ പെണങ്ങല്ലടാ, പൊന്നും കട്ടെ തങ്കക്കട്ടെ പൊന്നോ പെണങ്ങല്ലേ. അപ്പം നമ്മുടെ അച്ഛൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, നമുക്ക് മോൻ്റെ കാര്യത്തിലേക്ക് വരാം. ആയിക്കോട്ടെ. കുഞ്ഞെന്ത് പറയുമ്പോൾ കാളിദാസ് എന്നാണ് പേര്, എല്ലാവർക്കും അറിയാം. തിന്താരു എന്നാണ് അവനെ വിളിക്കുക. അത് മനുവേട്ടൻ ആദ്യമായി പാടിയ പാട്ടിൻ്റെ ഒരു വായ്ത്താരിയാണ് ഈ തിന്താരു എന്നുള്ളത്. അത് തിന്താരേ തിന്താതക തിന്തൈത്താര, തിന്താരേ തിന്താതക തിന്തൈത്താര, ആ പാട്ടിൻ്റെ കോറസ് എടുത്തിട്ട് മനുവേട്ടൻ ഇട്ടതാണ്.
പിന്നെ കാളിദാസ് ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഈ ഒരു 2025 കേട്ടോ. കുറേ വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ അവനിപ്പോഴും 8ാം ക്ലാസ് എന്ന് വിചാരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പറയുകയാണ് 2025 ഓണാഘോഷം നടക്കുമ്പോൾ അവന് 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, 13 വയസ്സ്. നന്നായി ഡ്രംസ് വായിക്കും. ഞാനിങ്ങനെ എൻ്റെ മോൻ്റെ പ്ലേ കണ്ടിട്ട് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് പറയാൻ പാടില്ല. സാധാരണ എല്ലാവരും പറയും മക്കളെ അങ്ങനെ പറയല്ലേ, ദൃഷ്ടിദോഷം കിട്ടും. ഞാനൊക്കെ ദൃഷ്ടിയിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ അത്ഭുതം കൂറുന്ന ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിവുള്ളൊരു കലാകാരനാണ്. ഭാവിയുടെ വാഗ്ദാനമാണ്. അതെ, അങ്ങനെ ആവട്ടെ, എല്ലാവരുടെയും പ്രാർത്ഥന. അമ്മയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്, മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ അതെ അതെ അവരെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി അങ്ങനെ കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. അതെ, പ്രത്യേകിച്ചും മനുവേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിമുടി കലാകാരൻ എന്നാണ് എല്ലാവരും. മനുവേട്ടൻ എന്ന് പറയുന്നത് മനോജേട്ടനാണ്. അതെ, മനുവേട്ടൻ ഒരു അടിമുടി കലാകാരനാണ്. അതായത് പാടാൻ പറഞ്ഞ അപ്പം പാടും, പെർഫോം ചെയ്യും, ഒപ്പം ഡാൻസ് ചെയ്യും. ഞങ്ങളുടെ പതി ഫോക്ക് ബാൻഡ് എന്ന് പറയുന്ന ഈ ഒരു ടീം ഇടതടവില്ലാതെ ഇങ്ങനെ എല്ലാ സീസണിലും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. ആ ടീമിന് ഇത്രയും തിരക്കുണ്ടാവണമെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ ഒരു സ്ട്രക്ചർ ആണല്ലോ പെർഫോമൻസിനേക്കാൾ കൂടുതൽ. ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കണത്, ഞങ്ങൾ പെർഫോമൻസ് പഠിപ്പിക്കണതൊക്കെ പുള്ളിക്കാരനായതുകൊണ്ട് ആളുടെ കൊട്ടും ആളുടെ പാട്ടും ആളുടെ ഡാൻസും ഒക്കെ കൂടിയിട്ട് അവനിങ്ങനെ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. ഒക്കെ കൂടി എന്താവെന്ന് കുറച്ച് കഴിഞ്ഞാൽ അറിയാം. അതെ, തീർച്ചയായിട്ടും എന്തായാലും നമ്പർ 1 ആവട്ടെ. അതെ, കാലഘട്ടത്തിൻ്റെ ഒരു പോക്ക് കണ്ടിട്ട് നമുക്ക് മക്കളെ വളർത്താൻ ഭയങ്കര പേടിയുള്ള ഒരു കാലഘട്ടത്തിലാണല്ലോ. അപ്പം അങ്ങനെ ഒന്നും ആവാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. തീർച്ചയായിട്ടും. അതായത് ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് എന്നും പ്രോഗ്രാം അത് ഇതൊക്കെ, അപ്പോൾ ഈ ഫാമിലിക്ക് വേണ്ടിയിട്ട് സമയം എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത്? കുറച്ച് സമയം കിട്ടുമ്പോൾ ഓടും മോൻ്റെ അടുത്തേക്ക്. കാരണം അത്രയും നാളും മനുവേട്ടൻ്റെ കൂടെ ഉണ്ടല്ലോ ഞാൻ. പ്രോഗ്രാമിലപ്പോൾ മനുവേട്ടൻ്റെ കൂടെ ഉണ്ട്. പ്രോഗ്രാം ഇല്ലാത്ത സമയത്താണല്ലോ അമ്മയ്ക്കും മോനൊക്കെ എന്നെ ആവശ്യം. അപ്പോൾ ആ സമയത്ത് മനുവേട്ടൻ പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുവന്നാക്കി തരും. ഇപ്പോൾ പ്രത്യേകിച്ച് അവൻ്റെ എക്സാമൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. പരീക്ഷാ കാലഘട്ടങ്ങളിൽ എങ്ങനെ പോയാലും ഞാൻ അവൻ്റെ അടുത്തുണ്ടാവും. കാരണം എനിക്ക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. നേഴ്സ് ആവാൻ ആഗ്രഹമായിരുന്നു. പണ്ടൊക്കെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ് എടുക്കുന്ന തലേ ദിവസം മലയാളം ടീച്ചർ VP റോസൽ ടീച്ചർ എന്നെ പോർഷൻസ് ഏൽപ്പിക്കും. എന്നെ കൊണ്ടിരുത്തി പഠിപ്പിച്ചിട്ട് മലയാളത്തിൽ എനിക്ക് എപ്പോഴും നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേ ടീച്ചർ എന്നോട് പറയുന്നത് ടീച്ചിങ് കപ്പാസിറ്റി നല്ലോണം ഉണ്ട്, പ്രസിദ്ധ ടീച്ചർ ആവണം കേട്ടോ. മോനെ പഠിപ്പിച്ച് ഈ ടീച്ചർ ആവണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ കൊതി അങ്ങ് തീർത്തുമല്ലേ? അതെ അതെ അതെ, പരീക്ഷ വരുമ്പോൾ പിന്നെ മോൻ്റെ അടുത്ത് നിന്ന് നമ്മൾ നീങ്ങണില്ലല്ലോ. പരമാവധി അവൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ വലിയ വലിയ ക്വസ്റ്റ്യനൊക്കെ വന്നാൽ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് കാരണം പൊതുവെ ആമ്പിള്ളേർ എങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാവരും അല്ല, എല്ലാ ആമ്പിള്ളേരും അല്ല കേട്ടോ. അങ്ങനെയല്ലേ, ചേച്ചിയുടെ മോൻ്റെ കാര്യം പറഞ്ഞതാട്ടോ മക്കളെ, ഇത് കാരണം മക്കൾ അങ്ങനെ വിചാരിക്കല്ലേ. അപ്പോൾ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു തോന്നുന്നു. കുറച്ചൊക്കെ വിദ്യാഭ്യാസം കൂടി വേണം. പക്ഷെ സംഗീതത്തിൽ ഇറങ്ങിയതുകൊണ്ട് നല്ലൊരു ടീച്ചറിനെ നഷ്ടപ്പെട്ടു അല്ലേ? അങ്ങനെയില്ല, നാടൻപാട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ടീച്ചിങ് കപ്പാസിറ്റി വീണ്ടും തിരിച്ചെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. ആക്ച്വലി നെറ്റും JRF ഒക്കെ വാങ്ങുന്ന സമയത്ത് PG ക്ക് പഠിക്കുമ്പോൾ ലെക്ചർഷിപ്പ് തന്നെയായിരുന്നു സ്വപ്നം. വലിയ വലിയ പിള്ളേരല്ലേ പഠിപ്പിക്കണേ, MA ക്കും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം ഉണ്ടാവില്ല. അങ്ങനെ വിചാരിച്ചിറങ്ങിയത്. പക്ഷെ പിന്നീട് നമ്മുടെ ലൈഫ് എവിടെയോ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് പോവാണ്. നമ്മൾ നിശ്ചയിക്കുന്നതല്ല, തമ്പുരാൻ്റെ നിശ്ചയമല്ലെല്ലാം. അപ്പോൾ പെട്ടെന്ന് നാടൻ പാട്ട് എന്നുള്ളൊരു ഫീൽഡിലേക്ക് സജീവമായി ഇറങ്ങിയപ്പോൾ പതുക്കെ PhD ഒന്ന് നിർത്തി വെക്കേണ്ടി വന്നു. എന്താ വിഷയം? പുലയ സമുദായത്തിന് നാടൻ പാട്ടുകൾ മലബാർ റീജിയനിലുള്ളത്. മലബാർ റീജിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പാലക്കാടിൻ്റെ തൃശ്ശൂരിൻ്റെ ഒക്കെ ആ ഒരു ഏരിയയാണ് ഞാൻ എടുത്തിരുന്നത്. ഞാൻ പുലയ സമുദായത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് സമുദായത്തിന്റെ അപ്പം ഞാനൊരു കലാകാരി ആയതുകൊണ്ട് ഈ എന്താ പറയാ ഈ പ്രവശ്യ അനുസരിച്ച് ഇതിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഇപ്പൊ 14 ജില്ലകൾ നമുക്കുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് പാട്ടുകളാണ് 14 ജില്ലയിലായിട്ടുള്ളത്. ജഡ്ജ്മെന്റിനൊക്കെ പോകുന്ന ആളുകൾ കഷ്ടപ്പെടുന്നത് അവിടെയാണ്. ആക്ച്വലി പിള്ളേരൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയില്ലേ, സ്റ്റേറ്റ് കലോത്സവങ്ങൾക്കൊക്കെ നാടൻപാട്ട് ജഡ്ജ് ചെയ്യാൻ പോകുന്ന ജഡ്ജസിനെ കയറി ചോദ്യം ചെയ്യാൻ തുടങ്ങിയല്ലോ കൊച്ചു കുട്ടികൾ. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, പല രീതിയിലുള്ള സംസ്കാരത്തിൽ നിന്ന് ഉടലെടുക്കുന്ന നാടൻപാട്ടുകളായതുകൊണ്ട് നിങ്ങളുടെ സംസ്കാരത്തിൻ്റെ പാട്ടുകൾ അതല്ല എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. അപ്പോൾ അങ്ങനെ ടീച്ചിങ് ഇങ്ങനെ പോകണു. ഗവേഷണം ഒരു 1 ഇയർ പോയി. അത്യാവശ്യം അക്കാദമിയിലൊക്കെ പോയി വായിക്കും. ഗൈഡ് അന്നുണ്ടായിരുന്ന AK നമ്പ്യാർ മാഷായിരുന്നു. ഫോക്ലോറിസ്റ്റ് ആണ് അദ്ദേഹം, മലയാള അധ്യാപകനൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു കൊല്ലത്തോളം റിസർച്ച് പോയി. അങ്ങനെ അതിനുശേഷം ഫീൽഡ് തിരക്കായി കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ മനുവേട്ടനോട് പറഞ്ഞു, നമുക്ക് ഈ ഫോക്ലോർ ഫീൽഡിൽ അങ്ങനെ ഭയങ്കര ജോലി കിട്ടാവുന്ന സാധ്യതകളൊന്നുമില്ല. ഇപ്പം ഞാൻ കുറേ കാലമായിട്ടൊരു സമരത്തിലായിരുന്നു. എല്ലാ ഇന്റർവ്യൂവിലും പറയും സ്കൂൾ തലങ്ങളിൽ ഫോക്ലോർ കൊണ്ടുവരണം. ഇപ്പം അത് ഭയങ്കര വ്യത്യാസമായി. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോഴത്തെ സിലബസിൽ, പുതിയ സിലബസിൽ നാടൻ കലകളെയും വലിയ വലിയ നാടൻപാട്ട് സംഘങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു സന്തോഷമുണ്ട്. നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലൊക്കെ വന്നപ്പോഴത്തേക്കും പേരെടുത്ത്
ഫോക്ക് വിഭാഗങ്ങളെ വെച്ചിട്ടുള്ള കോമ്പറ്റീഷൻസ് ഒക്കെ വരുമ്പം ഒരുപാട് പേർക്ക് അറിയാത്ത കലാരൂപങ്ങളൊക്കെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. പുതിയ പുതിയ പാട്ടുകൾ ഉടലെടുത്ത് തുടങ്ങി. കാരണം കുട്ടികൾ പാടുന്ന പാട്ടുകൾ ഒരിക്കലും വരമൊഴി പാട്ടുകൾ, റിട്ടൺ ആയിട്ടുള്ള പാട്ടുകൾ വരാൻ പാടില്ല കോമ്പറ്റീഷൻ. അതൊരു അവരുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു നോട്ടിഫിക്കേഷൻസിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ തെരഞ്ഞു പിടിക്കാൻ തുടങ്ങി, നല്ല നല്ല വാമൊഴി പാട്ടുകൾ തെരഞ്ഞു പിടിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് മാറ്റം വന്നു. ഒരുപാട് നാളത്തെ ഒരു സമരത്തിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് ആ ഒരു വിജയം കണ്ട പോലെ എനിക്ക് തോന്നണേ സ്കൂളിലൊക്കെ സിലബസിൽ ഈ ഒരു നാടൻ കലകൾ വന്നതിൽ ഒരുപാട് സന്തോഷം. ഈ ഫോക്ലോർ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഒരുപാട് തസ്തികകളിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഫോക്ലോറുമായിട്ട് ബന്ധപ്പെടുത്തി കുറേ പ്രോഗ്രാംസ് ഒക്കെ കൺസീവ് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളെ കുറിച്ചും കൂടെ ഒന്ന് പറയാം. ഫോക്ലോർ അക്കാഡമിയുടെ കഴിഞ്ഞ 3 വർഷത്തെ ഭരണസമിതി എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഭരണസമിതിയിലേക്ക് എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പറായിട്ട് എന്നെയും കൂടി തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ AK ബാലമാഷാണ് അതിൽ കൂടുതലായിട്ട് ഇടപെട്ടത്. അതും ഒരു കോടി എന്ന് പറയുന്ന ഫ്ലവേഴ്സ് ചാനലിലെ പരിപാടിയിൽ ഞാൻ പറയുണ്ടായി. അപ്പം ഞാൻ ക്വാളിഫൈഡ് ആയിട്ടിരുന്നിട്ട് പോലും ഈ പ്രാക്ടിക്കലും തിയറിയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ലേഡി, അതാണ് ഞാൻ പറയുള്ളൂ, ഒരു ലേഡി കേരളത്തിൽ വേറെ ആരെയും അവർക്ക് തിരഞ്ഞുപിടിക്കാൻ കിട്ടാറില്ല. അത് എന്നെ തന്നെ കിട്ടാറുള്ളത്. എനിക്ക് ഭയങ്കര അഭിമാനത്തോടെ ഞാൻ പറയുകയാണ് പ്രേക്ഷകരോട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഭരണസമിതിയിൽ വരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അർഹതയ്ക്കുള്ള അംഗീകാരം കിട്ടാത്തൊരവസ്ഥയിൽ ഞാൻ ഇരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് എന്നെ തിരഞ്ഞെടുത്ത് എഗെയിൻ കഴിഞ്ഞ മാസം വീണ്ടും തിരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരു 3 വർഷത്തേക്കും കൂടി ഭരണസമിതി മെമ്പറായി. ഏക വനിതയാണ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ബോർഡിലെ. അപ്പോൾ അതൊക്കെ ഭയങ്കര അഭിമാനമായിട്ട് കാണുകയാണ്. എന്തായാലും കലാഭവൻ മണിച്ചേട്ടൻ സ്റ്റേജുകളിൽ നാടൻ പാട്ട് പാടി തുടങ്ങിയതിന് ശേഷമാണ് തോന്നുന്നു ഈ സാധാരണ ജനങ്ങളിലേക്ക് ഇതൊരു തരംഗമായിട്ട് വന്നതല്ലേ. അപ്പം അതിനുശേഷം ഒരുപാട് കലാകാരന്മാർ അതുപോലെ ഫോക്ക് സോങ് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ കൺസേർട്സുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം കേരളത്തിനകത്തും പുറത്തും ഒക്കെ ആയിട്ട് കേരളത്തിലുള്ള നാടൻ പാട്ടുകളുടെ ഒരു തരംഗം തന്നെയായിരുന്നു. അപ്പം അതിൽ പ്രസീത എന്ന് പറയുന്നത് എന്താ പറയുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പിന്നെ കലാഭവൻ മണിച്ചേട്ടനെ നമുക്കൊന്ന് ഓർക്കാം. മെയിനായിട്ടും മണിച്ചേട്ടൻ കൊണ്ടുവന്നൊരു കോൺട്രിബ്യൂഷൻ്റെ ഏറ്റവും വലിയ റിസൾട്ട് അനുഭവിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള ആളുകളാണ്. കാരണം ഞങ്ങൾ ജീവിക്കുകയാണല്ലോ, പട്ടിണി കൂടാതെ ജീവിക്കുകയാണ്. അതാണ് ഒരു കല പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ചുരുക്കം പേർക്ക് മാത്രം കിട്ടുന്ന ചില കലാരൂപങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നാടൻപാട്ട് എന്ന് പറയുന്ന എവിടെയോ അരികിലേക്ക് മാറ്റപ്പെട്ടിരുന്ന ഒരു കലാരൂപത്തിന്, ഒരു കലയെ തിരിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ച മണിച്ചേട്ടൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലെ വരുന്ന 4000-നും മേലെ വരുന്ന കലാകാരന്മാർ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. മുട്ടിന് നാടൻപാട്ട് സംഘങ്ങളും മുളപൊട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നാടൻ പാട്ടുകൾ പോയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം മൊത്തം പോകുന്നത് മണിച്ചേട്ടനിലേക്കാണ്. ഇപ്പം മണിച്ചേട്ടൻ്റെ പാട്ടുകൾ പാടാത്തൊരു നാടൻപാട്ട് സംഘങ്ങളില്ല. ഒരു നാടൻപാട്ട് പരിപാടി വെച്ചാൽ മണിച്ചേട്ടൻ്റെ പാട്ട് പാടില്ലെങ്കിൽ ഒരു പൂർണ്ണതയുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചോദിക്കണേ ഇനിയിപ്പോൾ ഏത് പാട്ടോ വേണ്ടേ, ആദ്യം പറയും ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ പാടിയില്ലല്ലോ. എന്തുകൊണ്ട് പാടിയില്ല? ഒരു പരിപാടിയുടെ ഒരു കാൽഭാഗം ആകുമ്പോഴേക്കും സൈഡിൽ നിന്ന് ചേട്ടന്മാരെ ആക്രോശം തുടങ്ങും. മണിച്ചേട്ടൻ്റെ പാട്ട് പാട്, എല്ലാവരും നിങ്ങളോടൊന്ന് പോവോ, അങ്ങനെ ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു പാട്ട് പാടാം. അവകാശമാണ് മണിച്ചേട്ടൻ. മണിച്ചേട്ടൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് തെക്കേപ്പുറത്തെ പ്ലാവുമെൻ്റെ ഒപ്പം എന്നുള്ള പാട്ടാണ്. ആ പാട്ട് ഞാൻ കുറേ വേദിയിൽ പാടിയത്. ഇപ്പം ഈ അടുത്ത് ഞാൻ ഒരു പാട്ട് എടുത്തിട്ടുണ്ട്. ആ നൊക്കല്ലേ ചേട്ടാ നിന്റെ ചോളിക്കണ്ണിട്ടുള്ള നോട്ടം ഉള്ളിൻ്റെ ഉള്ളിൽ കൊളുത്തി ഒരു ചീനക്കൂടക്കമ്പി പോലെ പഞ്ചാര കുഞ്ചി എന്നാണോ എന്നെ കണ്ടപ്പോ നിന്നുള്ളിൽ ചേട്ടാ പാരയ്ക്കൊരുങ്ങല്ലേ ചേട്ടാ നിന്റെ പാട്ടിന് പോവെൻ്റെ ചേട്ടാ കഴിഞ്ഞ സീസൺ തുടങ്ങി ഞാൻ അടുത്തതാണ്. പലർക്കും അറിയില്ല ഇത് മണിച്ചേട്ടൻ പാടിയതാണ്. മണിച്ചേട്ടൻ പാടിയ പാട്ടാണ് കേട്ടോ. ശരി, ഈ സ്റ്റേജിലൊക്കെ നിങ്ങളെന്ന് പറയാ തകർത്ത് വാരിയാണ് പാടുന്നത്. അതായത് മറ്റേ പണ്ട് തൊട്ട് സിംഗേഴ്സ്, ഫീമെയിൽ സിംഗേഴ്സൊക്കെ ഇങ്ങനെ വന്നിരുന്ന ഭയങ്കര വോയിസ് ഒക്കെ ഇങ്ങനെ സൂക്ഷിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാള് ഇതിപ്പോ സ്റ്റേജിലോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ ശബ്ദമാണോ വേറെ ഇനി എൻ്റെ ശബ്ദം പോവും ഇങ്ങനെ ഒന്നും ചിന്തിക്കാതെ എന്താ പറയണേ ആവേശത്തിൻ്റെ കൊടുമുടിയാണ്. ഇതെപ്പോഴാണ് ഇങ്ങനെ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്? ഞാൻ വർത്തമാനകാലത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ്. പാസ്റ്റും ഫ്യൂച്ചർ ചിന്തിക്കാറേ ഇല്ല. എന്തും ആയിക്കോട്ടെ എന്ന് വിചാരിക്കണം. അപ്പം എപ്പോഴും നമ്മൾ വർത്തമാനകാലത്തിൽ ജീവിക്കാൻ നല്ലത്. അപ്പം ഇന്നത്തെ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നാളത്തെ ഒരു സ്റ്റേജിന് വേണ്ടി ഞാൻ ഇത് സേവ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത എനിക്ക് അങ്ങനെ വരാറില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജ് മനോഹരാക്കുക,
ഈ ഒരു സ്റ്റേജിൽ കാണാൻ വേണ്ടി കുറേ കോർഡിനേറ്റർമാർ വരും, കുറേ അമ്പല കമ്മിറ്റിക്കാർ വരും. ഇവർക്കൊക്കെ നമ്മുടെ ഒരു പരിപാടി കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റേജ് നന്നാക്കണം. നാളെ ഒരു ഗംഭീര ഷോ വരാൻ പോകുന്നുണ്ട്, അപ്പോൾ ഇന്ന് ഇത്തിരി കടിച്ചു പിടിക്കാം അങ്ങനെ വിചാരിക്കരുത്. കാരണം ഒരുപാട് പേരുടെ ഒരു നേരത്തെ അന്നത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ആളുകൾ 10 രൂപ പോലും പിരിവ് കൊടുത്തിട്ട് തരുന്ന അമ്പല പരിപാടികൾ ഇഷ്ടംപോലെ ഉണ്ടാവും. അവിടെ പോയിട്ട് നമ്മൾ ഈ കള്ളത്തരം കാണിച്ച തട്ടിൽ കള്ളത്തരം കാണിച്ച തമ്പുരാൻ തട്ടും, ഉറപ്പാണ്. അപ്പം ആ ഒരു പോളിസി എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഏത് സ്റ്റേജിൽ കയറണേ ആ സമയത്ത് അവിടെ എന്താ ചെയ്യാൻ പറ്റുക അതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യും. ഇപ്പം ഞങ്ങളുടെ പതി ഫോക്ക് ബാൻഡിൽ 18 കലാകാരന്മാരുണ്ട്. ഈ 18 കലാകാരന്മാരെ ഞാൻ സ്പ്രിങ്ങിൽ ഞാൻ ചാടിക്കും. അവർ എന്ത് വയ്യായിക വന്നാലും ഞാൻ അവരോട് പറയും. നമുക്ക് വയ്യായിക വന്ന ഓഡിയൻസിന് ഇത് അറിയൊന്നുമില്ല, അവരോട് പറയാൻ പറ്റില്ല, ഞങ്ങൾ വയ്യാണ്ടിരിക്കുന്നത് പറയാൻ പറ്റില്ല. കുറേ കാലത്തിന് ശേഷം ഒരുപാട് നാളത്തെ കമ്മിറ്റി കൂടലും പോസ്റ്റർ അടിക്കലും ഒക്കെ കഴിഞ്ഞ ആളുകളെ കൊണ്ട് ആ സ്റ്റേജിന് മുന്നിൽ ഇരുത്തിയേക്കാണ് കമ്മിറ്റിക്കാർ. അവരോട് പോയിട്ട് നമുക്ക് വയ്യാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മാത്രം വയ്യായിക, അവരുടെ വയ്യായികയല്ല. അപ്പം നിങ്ങളതൊന്നും കാണിക്കരുത്, സ്റ്റേജിൽ കയറപ്പണി എടുക്കുക എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ആത്മാർത്ഥത ഞാൻ എൻ്റെ ഫീൽഡിൽ കൊടുത്തുകൊണ്ടായിരിക്കാം തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് വരെ ഒരു സീസണിലും പരിപാടി കുറഞ്ഞു എന്നുള്ളൊരു പരാതി ഞാൻ ഒരാളോടും പറയേണ്ടി വരാറില്ല. ഇനി നമുക്ക് ഓണക്കാലത്തിലേക്ക് വരാം. അതെ അതെ, ഓണക്കാലത്ത് കുറേ അധികം പരിപാടികളൊക്കെ ഉണ്ടല്ലോ, കുറേ പുതിയ പാട്ടുകളൊക്കെ ചെയ്തു പാട്ടുകൾ പാടി വെച്ചിട്ടുണ്ട്. 10ഓളം പാട്ടുകൾ പുതിയത് വരാൻ. പ്രസീതയുടെ ശബ്ദത്തിൽ പാട്ടുകൾ കേൾക്കുക എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം മനസ്സിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ഒരു പാട്ട്? ഇപ്പം നമ്മുടെ ഉണ്ണികൃഷ്ണൻ മാപ്രാണം ചേട്ടനുണ്ട്. ഉണ്ണിയേട്ടൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാട്ട്, മണിച്ചേട്ടൻ ഒരുപാട് പാട്ട് കൊടുത്തിട്ടുള്ള ആളാണ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണമാ വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണമാ, ഈ ഒരു പാട്ട്. ഇങ്ങനെ ഉണ്ണിയേട്ടൻ എനിക്കും കുറച്ച് പാട്ടുകൾ തന്നിട്ടുണ്ട്, 10ഓളം പാട്ടുകൾ തന്നിട്ടുണ്ട്. അതിലൊരു പാട്ടാണ് തൊട്ട പിണങ്ങുമോ പൂവേ തൊട്ടാവാടിപ്പൂവേ തൊട്ടില്ലെങ്കിൽ നിന്നെ കാണാൻ എന്തു ചന്തമാ പൂവേ എന്തൊരു ചന്തമാ പൂവേ, ഇങ്ങനൊരു പാട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ഈ തെക്കേപ്പുറത്ത് പ്ലവമിൻ്റെ ഒപ്പം നേരത്തെ പറഞ്ഞ ആ പാട്ടിൻ്റെ പോലത്തെ ഒരു പാട്ട് എനിക്ക് തന്നിട്ടുണ്ട് ആള്. ചവറടിച്ച് ചായ വെക്കണ ചിന്നൂട്ടിയേ നിന്റെ കുഞ്ഞുടുപ്പിന് തീ പിടിച്ചത് ആരറിഞ്ഞൂടി, കണ്ടൂടാ എനിക്കിത് കണ്ടൂടാ കണ്ടൂടമ്മേ എനിക്കിത് കണ്ടൂടാ. ഇതൊക്കെ ഞാൻ പാടി വെച്ചിട്ടുള്ള പാട്ടുകളാണ്, ഒക്കെ ഇറങ്ങാനിരിക്കുകയാണ്. ഇങ്ങനെ കുറേ പാട്ടുകളുണ്ട്. അതുപോലെ കറുകറുപ്പല്ലേ ഞാനും കറുപ്പല്ലേ, ഇങ്ങനെയൊക്കെ കുറേ പാട്ടുണ്ട്. എന്താ പറയണ, വളരെ നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിച്ചു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ യാത്രകളും വിജയകരമാകട്ടെ. സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് തന്നെ ഈ പ്രസീത എന്നുള്ള കലാകാരി വളർന്ന് പന്തലിക്കട്ടെ. അപ്പോൾ ജയ്ഹിന്ദ് ചാനലിൻ്റെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയത്തിൽ തൊട്ട ഓണാശംസകൾ അറിയിക്കുകയാണ്. നല്ല ആയുസ്സോടെ ആരോഗ്യത്തോടെയും നല്ല സമൃദ്ധിയോടെയും എല്ലാവരും ഒരുപാട് കാലം ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഓണത്താറാടി വരുന്നടി കുഞ്ചി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നടി കുഞ്ചി ഓണത്താറാടി വരുന്നേ, ജിങ്ക 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 ജിങ്ക. സരിത നല്ലൊരു പാട്ടുകാരിയാണ് കേട്ടോ. എനിക്ക് കുറച്ച് പാടി തന്നെ 1-2 വരി. പിന്നെന്താ? ജിങ്ക 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 ജിങ്ക. തുമ്പനെ കണ്ടോടി ഓന്റെ നിക്കറ് കണ്ടോടി, ഓലാം കൊട്ടപ്പോൾ നെയ്തുണ്ടാക്കിയ ചപ്പല് കണ്ടോടി, ഓന്റെ ചമ്മല് കണ്ടോടി. ജിങ്ക 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 ജിങ്ക.